അഗസ്ത്യ മുംബൈയിലേക്ക് എത്തിയിട്ട് ഇന്നേക്ക് 4 ദിവസം കഴിഞ്ഞു. വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കൂട്ടിന് ആര്യനും ഉണ്ട്. നാളെ രാത്രി ഇരുവരും അവിടെ നിന്ന് മടങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ അഗസ്ത്യ ദിശയ്ക്ക് വിളിക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് അവൾ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഡിസ്പ്ലേയിൽ അവളുടെ പേര് തെളിഞ്ഞതും അഗസ്ത്യയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ഹലോ ഹണി ബേബി, ഗുഡ് മോർണിംഗ്. ഹോട്ടൽ മുറിയിലെ ബെഡിലേക്ക് മലർന്നു കിടന്ന് തലയണയും നെഞ്ചോട് ചേർത്ത് പിടിച്ച അഗസ്ത്യ തൻ്റെ ഫോൺ തൻ്റെ കാതോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദിശയുടെ കൊഞ്ചലോടെയുള്ള സംസാരം പ്രതീക്ഷിച്ചു നിന്ന അഗസ്ത്യക്ക് മറുപടിയായി കിട്ടിയത് അവളുടെ ഏങ്ങലടികളാണ്. അത് കേട്ടതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരുന്നു. ദിശ, നീ കരയാണോ? എന്തിനാ കരയുന്നേ? എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ നാളെ വെളുപ്പിന് അങ്ങ് എത്തില്ലേ? അഗസ്ത്യയുടെ സ്വരം നേർത്തതും പ്രണയാർദ്രവുമായിരുന്നു. അപ്പോഴും അവളിൽ മൗനം മാത്രം. ദിശ, ഐ ലവ് യു. ഞാനേ എൻ്റെ പെണ്ണിൻ്റെ കവളിലോട്ട് ഒരു ഉമ്മ തരുവാണേ. അതും പറഞ്ഞ അവൻ ഫോണിലൂടെ അവൾക്ക് ചുംബനം നൽകി. എന്നിട്ടും ദിശയിൽ നിന്നും മറുപടി ഒന്നുമില്ലായിരുന്നു. അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം കൂടിക്കൂടി വന്നു. ദിശ, എന്താണ് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെവിടെ? അവരൊക്കെ അവിടെ ഇല്ലേ? നേർത്ത സ്വരത്തിൽ അഗസ്ത്യ ചോദിച്ചു. സച്ചുവേട്ടാ, വിതുമ്പിക്കൊണ്ടവൾ വിളിച്ചു. ആ വിളി കേൾക്കവേ അവൻ്റെ ഹൃദയതാളമുയർന്നു. ദിശ, എന്താ വാവേ, എന്തിനാ ഇത്രയും സങ്കടം? കൊച്ചു കുഞ്ഞിനോടെന്ന പോലെ അവളെ കുഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. സച്ചുവേട്ടാ, ഒന്ന് പെട്ടെന്ന് വരുമോ? ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും. എനിക്ക് ടി വിയിൽ അവരോട് പറ സച്ചുവേട്ടാ, ഞാൻ സച്ചുവേട്ടൻ്റെ ദിശയാണെന്ന്. എനിക്കൊന്നും അറിയില്ലെന്ന്. ദിശയുടെ വാക്കുകൾ മുറിഞ്ഞു വന്നു. ദിശ, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സച്ചുവേട്ടനെ എനിക്കിപ്പം തന്നെ കാണണം. ഇല്ലേ ഞാൻ... അതും പറഞ്ഞുകൊണ്ട് ദിശ പൊട്ടിക്കരച്ചിലോടെ കോൾ അവസാനിപ്പിച്ചു. കാര്യം എന്താണെന്നറിയാതെ അഗസ്ത്യ നെറ്റിത്തട അമർത്തി ഒഴിഞ്ഞു. അഖിലിനെ വിളിക്കാൻ നേരാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അഗസ്ത്യ ഡോർ തുറന്നു. ആര്യനായിരുന്നു അത്. അഗസ്ത്യയുടെ മുഖത്തെ വിഷാദഭാവം ആര്യൻ തിരിച്ചറിഞ്ഞു. സാറ്, ആ ന്യൂസ് കണ്ടോ? ആര്യൻ്റെ ചോദ്യം കേട്ടതും അഗസ്ത്യ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. എന്ത് ന്യൂസാടോ? അഗസ്ത്യ കാര്യം എന്താണെന്നറിയാതെ ആര്യനെ നോക്കിയതും ആര്യൻ തൻ്റെ ഫോണിൽ നിന്നും ഒരു വീഡിയോ എടുത്ത് അഗസ്ത്യക്ക് നേരെ നീട്ടി. അഗസ്ത്യ ഫോൺ വാങ്ങി അതിൽ ശ്രദ്ധ പതിപ്പിച്ചു. ഒരു 50-55 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷൻ പ്രമുഖ ന്യൂസ് ചാനലിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. എൻ്റെ പേര് രഘുലാൽ ചൗധരി. ഞാൻ മുംബൈയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചകളായി എൻ്റെ മകൻ രോഹിത് ചൗധരിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് വന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ മകൻ മരിച്ചു എന്ന്. അതും പറഞ്ഞ അയാൾ തൻ്റെ കണ്ണുനീരൊപ്പുന്നുമുണ്ട്. എനിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ മകൻ അവൻ്റെ ഭാര്യയെ കാണാനും അവളെ കൂട്ടിക്കൊണ്ടു പോവാനും വേണ്ടിയാണ് മാസങ്ങൾക്ക് മുന്നേ കുഞ്ഞുമായി ഇങ്ങോട്ട് വന്നത്. എന്നാൽ അവൾ അവൻ്റെ കൂടെ മുംബൈയിലോട്ട് തിരികെ വരാനോ അവനുമായി ഒരുമിച്ച് ജീവിക്കാനോ ഒരുക്കമല്ലായിരുന്നു. അവസാനമായി അവൻ എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാ, അവൾ വരുന്നില്ല അച്ഛാ, അവൾക്കെന്നെ വേണ്ടെന്ന്, ഞാൻ തിരികെ അങ്ങോട്ട് വരിക എന്നൊക്കെയും. വീണ്ടും അയാൾ കരച്ചിൽ വരുത്തിച്ചു. അവൾ വേറെ വിവാഹം കഴിച്ചു എന്ന്. പാവൻ്റെ കൊച്ച് ചങ്ക് തകർന്നുകൊണ്ടാ എന്നോടന്ന് സംസാരിച്ചത്. എൻ്റെ മോൻ അവൾ കൊന്നതാ. അവൻ്റെ ഭാര്യയായിരുന്നവൾ. അവളെ നിങ്ങൾക്കൊക്കെ അറിയും. വലിയ പോലീസ് ഓഫീസറുടെ ഭാര്യയായി ഇവിടെ സുഖിച്ച് ജീവിക്കുക. DCP അഗസ്ത്യയുടെ ഭാര്യ എന്നും പറഞ്ഞ് ഒരുത്തിയില്ലേ ഇവിടെ? അവളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അവൾ മുൻപ് എൻ്റെ മോൻ്റെ ഭാര്യയായിരുന്നു. അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു. ഇപ്പം എൻ്റെ മോൻ്റെ കുഞ്ഞിനെ രണ്ടും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ആർക്കറിയാം. അവൾ എൻ്റെ മോൻ്റെ ഭാര്യയായിരുന്നു എന്നതിന് എൻ്റെ കയ്യിൽ തെളിവുകളൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ മോൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇവളും ആ DCP ആയിരിക്കും. എൻ്റെ മോനെ കൊന്നിട്ട് ആ കേസ് DCP തന്നെ അന്വേഷിച്ചാൽ അതൊരിക്കലും തെളിയില്ല. അതുകൊണ്ട് DCPയെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റി മറ്റൊരു സത്യസന്ധനായ ഓഫീസറെ നിയമിക്കണമെന്നും എൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നവളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും ഞാൻ നിയമത്തിന് മുന്നിൽ യാചിക്കുകയാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ. ഇത് നോക്ക്. എന്നിട്ട് നിങ്ങൾ തന്നെ പറ, ഇത് തന്നെയല്ലേ DCP അഗസ്ത്യയുടെ ഭാര്യ? അയാൾ രോഹിത്തും ചാന്ദിനിയും ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്
അയാൾ തെളിവുകളായി കാണിക്കുന്നുണ്ട്. അഗസ്ത്യ ആ വീഡിയോ അപ്പം തന്നെ ക്ലോസ് ചെയ്ത് ഫോൺ ആര്യനെ ഏൽപ്പിച്ചു. അഗസ്ത്യയുടെ മുഖം വലിഞ്ഞു മുറുകി. സർ, ആരായിരിക്കും ഇയാൾ? എന്തായിരിക്കും ഇയാളുടെ ഉദ്ദേശം? ഇനിയിപ്പോൾ ഇയാൾ തന്നെയാണോ രോഹിത്തിൻ്റെ അച്ഛൻ? നോ, ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞതല്ല ആ ഡയറിയിൽ രോഹിത് പറഞ്ഞതൊക്കെയും. ഇത് എനിക്കുള്ള കുരുക്കാണ്. എന്നെ കുടുക്കണമെന്ന് ഉദ്ദേശിച്ച് നടക്കുന്ന ആരോ ഒരാളാണ് ഇതിന് പിന്നിൽ. ഒരു പക്ഷേ ഇയാൾ തന്നെയായിരിക്കും രോഹിത്തിനെ ഇല്ലാതാക്കിയത്. അല്ലെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടയാൾ. അല്ലെങ്കിൽ ഈ ഫോട്ടോ അയാളുടെ കയ്യിൽ എങ്ങനെ കിട്ടാനാ? ബാക്കി ഫോട്ടോസൊക്കെ നമ്മൾ മാറ്റിയതല്ലേ? ഒരു പക്ഷേ ഈ ഫോട്ടോസ് രോഹിത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിലുണ്ടായിരിക്കണം. അതവരെ എനിക്ക് നേരെ ഉപയോഗിച്ചു. അല്ലെങ്കിൽ കൊല ചെയ്തയാൾ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കരുക്കൾ നീക്കുന്നു. പക്ഷേ ഇവർക്കറിയില്ലല്ലോ യഥാർത്ഥ രഘുലാൽ ആരാണെന്നും അയാൾക്ക് എന്ത് പറ്റിയെന്നൊക്കെയും. എനിക്കറിയാമെന്ന് പക്ഷേ ഇവർക്കറിയില്ലല്ലോ യഥാർത്ഥ രഘുലാൽ ആരാണെന്നും അയാൾക്ക് എന്ത് പറ്റിയെന്നൊക്കെയും എനിക്കറിയാമെന്ന്. അഗസ്ത്യയുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി മറഞ്ഞു. സർ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആര്യൻ, നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം. ദിശ അവളാകെ പേടിച്ചിരിക്കുക. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ദിശയും ചാന്ദിനിയും 2 പേരാണെന്നാണ്. അഗസ്ത്യ അത്രയും പറഞ്ഞു. ആര്യനും അത് ശരിവച്ചു. ഇരുവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതേസമയം നാട്ടിൽ രോഹിത്തിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു വന്നയാൾ പല മീഡിയാസിലും കയറിയിറങ്ങി കേസ് പല വഴിക്ക് തിരിച്ചു വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അഗസ്ത്യക്ക് നേരെ പറ്റാവുന്ന പോലെ നെഗറ്റീവൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇതൊക്കെയും മതിയായിരുന്നു ദിശയെ തളർത്താൻ. അഗസ്ത്യയുടെ അഭാവം അവളെ ഒന്നുകൂടെ തളർത്തി. അവൾ ആരോടൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ തൻ്റെ മുറിയിൽ കഴിച്ചുകൂട്ടി. അഖിലും തീയും അച്ഛനും അമ്മയും ഒക്കെയും അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് അതൊന്നും മതിയായിരുന്നില്ല. ഈ സമയത്ത് നിധിയുടെ കാര്യം പോലും അവൾ മറന്നുപോയിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞതും അഗസ്ത്യയുടെ ഫ്ലാറ്റിൽ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് പ്രഭാകർ ഡോർ തുറക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന പോലീസുകാരനെയും വനിതാ പോലീസുകാരെയും കണ്ട് പ്രഭാകർ കാര്യം തിരക്കി. കൂട്ടത്തിലെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു തരം പരിഹാസ ചിരിയോടെ മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് കയറി വന്നു. അപ്പോഴേക്കും അഖിലും അങ്ങോട്ട് വന്നു. ഇത് തന്നെയല്ലേ DCPയുടെ ഫ്ലാറ്റ്? ആ പോലീസുകാരൻ ചോദിച്ചു. അതെ സർ. അഗസ്ത്യ ഇവിടെ ഇല്ല. അഗസ്ത്യയുടെ ബ്രദറാണ് ഞാൻ. അഖിലാണ് മറുപടി പറഞ്ഞത്. DCP ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് കാണേണ്ടത് DCPയുടെ ഭാര്യയാണ്. എന്താ സർ കാര്യം? അഖിൽ കാര്യം തിരക്കി. ഞാൻ ശ്രീനിവാസ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. രോഹിത് മർഡർ കേസ് അന്വേഷണ ചുമതല ഇപ്പോൾ എനിക്കാണ്. ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെയും താനും അറിഞ്ഞു കാണുമല്ലോ. രോഹിത്തിൻ്റെ അച്ഛൻ്റെ പരാതിയുമേൽ ഞങ്ങൾക്ക് ദിശയെ ഒന്ന് ചോദ്യം ചെയ്യണം. അപ്പോഴേക്കും ദിയയും ദിശയും അമ്മയും അങ്ങോട്ട് വന്നു. സർ, ഇതെൻ്റെ മോളാണ്, അല്ലാതെ അയാൾ പറയുന്നത് പോലെ രോഹിത്തിൻ്റെ ഭാര്യയല്ല, പ്രഭാകർ പറഞ്ഞു. അപ്പോൾ താനും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ? ശ്രീനിവാസ് പ്രഭാകരനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടതും ദിശ പേടിയോടെ തൻ്റെ അമ്മയെ മുറുക്കി പിടിച്ചു. സർ, അഗസ്ത്യ ഒന്ന് വന്നോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം. അഖിൽ പോലീസിനോട് മാന്യമായ രീതിയിൽ പറഞ്ഞതും അഖിൽ പറഞ്ഞത് കൂട്ടാക്കാതെ ദിശയെ കൂട്ടിക്കൊണ്ടുപോരാൻ വനിതാ പോലീസിന് അയാൾ നിർദ്ദേശം നൽകി. അഗസ്ത്യയെ നന്നായിട്ട് അറിയാവുന്ന രാജി ഒന്ന് മടിച്ചു നിന്നപ്പോൾ ശ്രീനിവാസിൻ്റെ കൂടെ പുതുതായി ചാർജ് എടുത്ത SI സുധാമണി ദിശയുടെ കയ്യിൽ പിടിച്ചു വെച്ചു. മാഡം പ്ലീസ്, അവളെ വിട്. നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നോളാം. അഖിൽ സുധാമണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞങ്ങളതിന് ഇവളെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതല്ല. ഇവിടെ വാടി. സുധാമണി അവളെ പരിഹസിച്ചു. വിടന്നെ, ഞാൻ ഇങ്ങോട്ട് വരില്ല. ദിശ അവരുടെ പിടി വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു പാവ മനുഷ്യനെ ചതിച്ചു കൊന്നിട്ട് അവൾ പറയുന്നത് കേട്ടില്ലേ? വരില്ലെന്ന് സുധാമണി പരിഹാസ ചുവയോടെ പറഞ്ഞു. ദേ, ഇല്ലാത്തത് പറയല്ലേ. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. എൻ്റെ സച്ചോട്ടനൊന്ന് വന്നോട്ടെ. ദിശയുടെ ശബ്ദം ഉയർന്നു. നിന്ന് ചിലക്കാതെ ഇവിടുന്ന് വാടി. സുധാമണി ദിശയെ ബലമായി പിടിച്ചു വലിച്ചു. അതിനിടയിൽ ശ്രീനിവാസൻ രാജിക്ക് ഓർഡർ നൽകിയതും വേറെ വഴിയില്ലാതെ അവൾ ദിശയെ പിടിച്ചു വെക്കേണ്ടി വന്നു. ഇവിടെ അങ്ങോട്ട്. സുധാമണി ദിശയുടെ കൈ പിടിച്ചു വലിച്ചു. അമ്മ, അച്ഛ, എന്നെ കൊണ്ടുപോവില്ലെന്ന് പറ. ചേച്ചി, ഇവരെന്നെ കൊണ്ടുപോവുക. അകേട്ട, സച്ചേട്ടനൊന്ന് വിളിക്കോ? എനിക്ക് ഇവരുടെ കൂടെ പോവാൻ പേടിയാ, ദിശ നിറകണ്ണുകളോട് പറഞ്ഞു. എന്നാൽ അവർക്കൊക്കെയും ഇതൊക്കെയും കണ്ടു നിൽക്കാനേ ആയല്ലോ. ദിശ കരയുന്നത് കണ്ടതും നിധി അമ്മയെന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. കുഞ്ഞ് കരയുന്നത് കണ്ടതും ദിശയുടെ സങ്കടം ഇരട്ടിച്ചു. അന്നേരം ദിയ തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നെഞ്ചോട് അടുപ്പിച്ചു.
ദിശയുടെ കരച്ചിൽ അവൾക്കും കണ്ടു നിൽക്കാനായില്ല. അഖിൽ അഗസ്ത്യയെ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും കോൾ കണക്റ്റ് ആയില്ല. ദിശയെ പോലീസുകാർ കൊണ്ടുപോയതിന് പിന്നാലെ പോലീസും ശിശുക്ഷേമ സമിതിയും ചേർന്ന് നിധിയെ അമ്മത്തൊട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അഖിലിനോ പ്രഭാകരനോ ആ നേരത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തന്നിൽ നിന്ന് ആ കുഞ്ഞിനെ അടർത്തി കൊണ്ടുപോയത് ഓർക്കവേ ദിയയുടെ കണ്ണു നിറഞ്ഞു. അഖിലും പ്രഭാകരും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നുവെങ്കിലും ചോദ്യം ചെയ്യൽ നടക്കുകയാണെന്നും പറഞ്ഞ് അവർ ദിശയെ കാണാൻ അനുവദിച്ചില്ല. അഖിൽ അഗസ്ത്യയും ആര്യനെയും മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇരുവരും എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് കോൾ കണക്റ്റ് ആവുന്നത് പോലും. കോൾ അറ്റൻഡ് ചെയ്തതും അഖിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും കേട്ടതും അഗസ്ത്യയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവിടുന്ന് ഒരു ക്യാബും പിടിച്ച് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ ലക്ഷ്യം വെച്ച് നീങ്ങി. അതിനിടയിൽ ഐജിയുടെ കോൾ വരികയും എത്രയും പെട്ടെന്ന് എല്ലാത്തിനുള്ള എക്സ്പ്ലനേഷൻ തന്നേ പറ്റുമെന്നും രോഹിത് മർഡർ കേസ് അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കിയെന്നും പകരം പുതിയൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചെന്നും കൂടി അറിഞ്ഞതും അഗസ്ത്യയുടെ ദേഷ്യം ഇരട്ടിച്ചു. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാനാണെന്നും പറഞ്ഞ് ദിശയെ സ്റ്റേഷനിലെ ഇൻ്ററഗേഷൻ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലെ ടേബിളിന് മുന്നിൽ ശ്രീനിവാസും സുധാമണിയും ഇരുന്നിട്ടുണ്ട്. അവർക്ക് നേരെ ഓപ്പോസിറ്റായി ദിശയും. തൊട്ടരികിൽ രാജിയുണ്ട്. വളരെ മോശമായ രീതിയിൽ ദിശയോട് ഇരുവരും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത് കണ്ട രാജിക്ക് അത് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നി. ദിശ സുധാമണിയെ എതിർത്ത് സംസാരിച്ചതും സുധാമണി ദിശയുടെ കവളിൽ ആഞ്ഞടിച്ചു. ശേഷം അവളുടെ കഴുത്തിന് പിടിച്ചു തള്ളിയതും രാജി ദിശയെ എഴുന്നേൽപ്പിച്ചു. മാഡം പ്ലീസ്, കുറച്ചുകൂടെ മാന്യത കാണിക്കാമായിരുന്നു. അഗസ്ത്യ സാർ ഇതറിഞ്ഞാലുള്ള അവസ്ഥ മാഡം ചിന്തിച്ചിട്ടുണ്ടോ? രാജി സുധാമണിയോട് പറഞ്ഞതും സുധാമണി രാജിയെ പുച്ഛിച്ചു. നിൻ്റെയൊക്കെ ഒരു അഗസ്ത്യ സാർ, അയാൾ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. അയാളേക്കാൾ കൊമ്പത്തിരിക്കുന്നവരുമായി ഈ സുധയ്ക്ക് പിടിപാടുണ്ട്. അയാളുടെ തൊപ്പി എന്നേക്കുമായി തെറിക്കാൻ പോവുക. ഞങ്ങൾ അനുസരിച്ച് ഇവിടെ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളാം. ചെല്ല്, നിൻ്റെ ആവശ്യം ഇവിടെയില്ല എന്നും പറഞ്ഞ് രാജി അവർ പറഞ്ഞു വിട്ടു. രാജി പോയതും ശ്രീനിവാസൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ദിശയ്ക്ക് നേരെ തിരിഞ്ഞു. അവൻ്റെ വഷളം നോട്ടം കണ്ടതും ദിശയുടെ ദേഷ്യം ഇരട്ടിച്ചു. നിനക്കറിയോ, ഞാനും അഗസ്ത്യവും IPS അക്കാദമിയിൽ ഒരുമിച്ചുണ്ടായതാ. അന്ന് ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ ഒരു കണക്ക് തീർക്കൽ ബാക്കിയുണ്ടായിരുന്നു. അതിന് ഇതുപോലൊരു അവസരം കിട്ടുമെന്ന് കരുതിയില്ല. ഇവിടെ ഇപ്പോൾ എന്ത് നടന്നാലും ആരും അറിയാൻ പോണില്ല, പുറത്ത് പറയാനും പോണില്ല. അതും പറഞ്ഞു വഷളം ചിരിയോടെ തനിക്ക് നേരെ അടുക്കുന്ന ശ്രീനിവാസനെ ദിശ ദേഷ്യത്തോടെയും വെറുപ്പോടെയും നോക്കി. സുധാമണിയോട് പുറത്ത് നിൽക്കാൻ ആവശ്യപ്പെട്ടു ശ്രീനിവാസ് ദിശയുടെ തൊട്ടരികിൽ വന്നു നിന്നു. സാറെന്താ എന്നെ പേടിപ്പിച്ച് മെൻ്റലി തളർത്താൻ നോക്കുവാണോ? എന്നിട്ട് എന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനോ? സാറിന് എന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും അധികാരം കൊണ്ടും സാറിന് മുകളിലിരിക്കുന്നവൻ്റെ കൂടെ കഴിയുന്ന പെണ്ണാ ഞാൻ. അങ്ങേര് പോലും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണിത്. ഡി, നിന്റെ ചിലക്കളൊക്കെ ഇന്നത്തോടെ തീരും. നീ കൊള്ളാലോടി. 2 പേരുടെ കൂടെ കിടന്നിട്ടൊന്നും നിനക്ക് ഉടച്ചിലൊന്നും പറ്റിയില്ലല്ലോ. അയാൾ തൻ്റെ കീഴ്ച്ചുകൊണ്ട് നനച്ചുകൊണ്ട് പറഞ്ഞു. ഡോ, മര്യാദക്ക് സംസാരിക്കണം. ഞാൻ ഒരുത്തനെയെ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരുത്തൻ്റെ കൂടെ കിടക്ക പങ്കിട്ടിട്ടുള്ളൂ. അവൻ കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. അവൻ്റെ പേരാണ് അഗസ്ത്യ അശോക്. ശ്രീനിവാസിന് നേരെ വിരലുയർത്തി കത്തുന്ന നോട്ടത്തോടെ ദിശ പറഞ്ഞതും അയാൾ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. എനിക്ക് നേരെ കൈ ഉയർത്തി സംസാരിക്കുന്നോടി പുല്ലേ. ശ്രീനിവാസ് ദിശയുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് പറഞ്ഞു. തൻ്റെ കയ്യിൽ പിടിച്ച് തന്നെ ചൂഴ്ന്നു നോക്കുന്ന അയാളുടെ കാമക്കണ്ണുകൾ കണ്ടതും ദിശ തൻ്റെ ഇടത് കൈ ഉയർത്തി അയാളുടെ കവളിൽ ആഞ്ഞടിച്ചു. ദിശയുടെ പ്രവൃത്തി അയാളെ കൂടുതൽ പ്രകോപിതനാക്കി. അയാൾ ദിശയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി കഴുത്ത് പിടിച്ചു ഞെരിച്ചതും അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഈ നേരത്താണ് ഡോർ തള്ളി തുറന്ന് അഗസ്ത്യ അങ്ങോട്ട് വരുന്നത്. ശ്രീനിവാസൻ്റെ പ്രവൃത്തി അഗസ്ത്യയുടെ സമനില തെറ്റിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന അഗസ്ത്യയെ കണ്ടതും ശ്രീനിവാസൻ്റെ പിടി താനെ അയഞ്ഞു. അഗസ്ത്യ ശ്രീനിവാസൻ്റെ നെഞ്ചു നോക്കി ആഞ്ഞു ചവിട്ടി. അവൻ തൻ്റെ കലിപ്പടങ്ങും വരെയും ശ്രീനിവാസനെ ഇടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവിടെ കിടന്ന ചെയറെടുത്ത് അവൻ്റെ തല നോക്കി കൊടുക്കാൻ നോക്കിയതും ദിശ അഗസ്ത്യയെ പിടിച്ചു വെച്ചു. ഇവളെൻ്റെ ജീവനാടാ. ഇവളെ തൊട്ട നിൻ്റെ കൈയുണ്ടല്ലോ, അതെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. ഈ കേസൊന്ന് ഒതുങ്ങിക്കോട്ടെ, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ദിശയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അഗസ്ത്യ അത് പറഞ്ഞത്. ശ്രീനിവാസ് അവശനായി നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ റെക്കോർഡായിട്ടുള്ള വിഷ്വൽസൊക്കെയും അഗസ്ത്യ ചെക്ക് ചെയ്ത് നോക്കി. ശ്രീനിവാസും സുധാമണിയും ദിശയോട് പെരുമാറിയതൊക്കെയും ആ വിഷ്വലിലൂടെ അഗസ്ത്യ മനസ്സിലാക്കി.
രേഖപ്പെടുത്താതെ ഇവളെ കസ്റ്റഡിയിൽ വെക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ദിഷയുടെ കൈക്ക് പിടിച്ച ശ്രീനിവാസിൻ്റെ കൈ തൻ്റെ ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടി ഞെരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ശ്രീനിവാസ് വേദന കൊണ്ട് പൊളഞ്ഞു. ദിഷയെയും ചേർത്ത് പിടിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അതിനിടയിൽ അഗസ്ത്യ SI സുധാമണിയുടെ അരികിലേക്ക് നടന്നു. സുധാമണി അടിച്ച ദിഷയുടെ കവളിൽ പതിയെ തലോടിക്കൊണ്ട് അവൻ സുധാമണിയെ ദഹിപ്പിച്ചു നോക്കി. ആ നോട്ടത്തിന് പിന്നിൽ പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. സുധാമണി അവൻ്റെ ആ നോട്ടം കണ്ട് പേടിച്ച് ഉമിനീരിറക്കി. അഗസ്ത്യ ദിശയുമായി പുറത്തെത്തി. പുറത്ത് വേദനയോടെ തന്നെ കാത്തു നിൽക്കുന്ന അച്ഛനെ കണ്ടതും അവൾ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇരുവരെയും സമാധാനിപ്പിച്ച് നിർത്തി ദിശയുമായി അഗസ്ത്യ പുറത്തേക്ക് നടക്കുമ്പോൾ എവിടെ നിന്നോ 2-3 മീഡിയക്കാർ പാഞ്ഞെടുത്തു. ദിശ മീഡിയക്ക് മുഖം കൊടുക്കാതെ അഗസ്ത്യയുടെ നെഞ്ചിലേക്ക് പതുങ്ങി. സർ, ശരിക്കും ഇത് സാറിൻ്റെ വൈഫാണോ അതോ മരിച്ചുപോയ രോഹിത്തിൻ്റെയോ? അതെനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ കേസ് കോടതിയിൽ എത്തട്ടെ, അപ്പോൾ ഞാൻ തെളിയിച്ചോളാം ഇവളെൻ്റെ ആരാണെന്ന്. അതുവരെ ആരെങ്കിലും മോശമായ വാർത്തകൾ പ്രചരിപ്പിച്ച ഇനി ഇങ്ങോട്ട് ഈ ക്യാമറയും തൂക്കി നടക്കാൻ ഈ കൈ കാണില്ല. അത് ഞാൻ അങ്ങ് വെട്ടിയെടുക്കും. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ആയാലും ശരി, ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും ശരി, എല്ലാത്തിനെയും പച്ചക്ക് കത്തിക്കും ഞാൻ. പറയുന്നത് അഗസ്ത്യ. ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അതിൻ്റെ പേരിൽ നിയമം വിധിക്കുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അഗസ്ത്യ കാറിനരികിലേക്ക് നടക്കുമ്പോൾ പിന്നാലെ അഖിലും അച്ഛനും ഉണ്ടായിരുന്നു. അഖിലായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത്. അച്ഛൻ കോ ഡ്രൈവിംഗ് സീറ്റിലുണ്ട്. അഗസ്ത്യയും ദിശയും പിറകിലാണ് ഇരുന്നിട്ടുള്ളത്. ദിശയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകുന്നത് കാണവേ അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് നെറ്റിയിൽ ചുണ്ടു ചേർത്തു. അവൻ ദിശയെ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അഖിലിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു. നിധിയെ കൊണ്ടുപോയത് അറിഞ്ഞതും രണ്ടുപേർക്ക് അതൊരുപാട് വിഷമായി. ദിശയുടെ നിർബന്ധപ്രകാരം അവരവിടെ നിന്ന് തന്നെ സർക്കാരിൻ്റെ കീഴിലുള്ള അമ്മത്തൊട്ടിലേക്ക് തിരിച്ചു. അവരവിടെ എത്തുമ്പോൾ കുഞ്ഞ് ഉറങ്ങുകയായിരുന്നു. കുഞ്ഞിനെ കാണും തോറും ദിശയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഗസ്ത്യ കുഞ്ഞിൻ്റെ കവിളിൽ ചുണ്ട് ചേർക്കുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ടുപോകാൻ തങ്ങൾ വരുമെന്നും അതുവരെ കുഞ്ഞിനൊരു കുറവും വരാതെ നോക്കണമെന്നും അഗസ്ത്യ അവരോട് ആവശ്യപ്പെട്ടു. അവിടുന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ ദിശയുടെ സങ്കടം ഇരട്ടിച്ചു. ഫ്ലാറ്റിലെത്തിയതും അമ്മയും ദിയയും ദിശയെ ചേർത്ത് പിടിച്ചു. അവളുടെ കവിളിലെ വിരൽ പാടുകൾ കണ്ടതും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എൻ്റെ കൊച്ചി എത്രയൊക്കെ കുറുമ്പ് കാട്ടിയാലും ഞാനോ ഇവളുടെ അച്ഛനോ ദിയോ എന്നിവരെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ബീന കാരി തലപ്പിനാൽ തൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ സങ്കടം കണ്ടതും ദിശ തൻ്റെ ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ചു ചിരിക്കാൻ ശ്രമിച്ചു. എൻ്റെ അമ്മ, ആ SI ഉണ്ടല്ലോ ലെവളാ എന്നെ അടിച്ചേ. അവൾക്ക് ഈ ദിശയെ ശരിക്കും അറിയാഞ്ഞിട്ടാണ്. നോക്കിക്കോ, അവൾക്ക് ഞാൻ ഇരുട്ടടി കൊടുക്കും. അല്ല പിന്നെ, അമ്മ ഇങ്ങ് വന്നേ, എനിക്ക് നല്ല വിശപ്പാ. അമ്മ എനിക്ക് വാരി തന്നാൽ മതി. അമ്മയുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിശ പറഞ്ഞു. ദിശയുടെ പെട്ടെന്നുണ്ടായ മാറ്റം കണ്ട് അവരൊക്കെയും അവളെ തന്നെ നോക്കി. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നോക്കുന്നേ? എനിക്കൊരു കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെയാണെന്നേ. ഒരു തവണ പോലീസ് സ്റ്റേഷൻ വരെ കയറിയെന്ന് വെച്ച് ഞാൻ അത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പോണില്ല. നേരത്തെ ഞാൻ ചെറുതായി ഒന്ന് പതറിയെന്നത് സത്യ. പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ ഉള്ളിൽ നിറയെ വാശിയാണ്. എൻ്റെ ജീവിതം വെച്ച് കളിച്ചവരോടുള്ള വാശി. ഞാൻ ആരാണെന്നും ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്നും എനിക്ക് തെളിയിച്ചേ പറ്റൂ. അതിന് കരഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. കോടതിയിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാദിക്കും. അതിനെനിക്ക് നിങ്ങളുടെ സഹായം വേണം. ആദ്യം നമുക്ക് തുടങ്ങേണ്ടത് ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ നിന്നാണ്. അവിടുത്തെ റെക്കോർഡ്സൊക്കെയും പരിശോധിക്കണം. ആവശ്യമായ തെളിവുകൾ കണ്ടെത്തണം. ഇതിലൂടെ ഞാൻ പ്രഭാകരൻ്റെ മകളല്ലെന്ന് ലോകം അറിയുമായിരിക്കും. വെറും ദത്തുപുത്രിയായി മാറും. അല്ലാതെ പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ? വേറെ നിവൃത്തിയില്ലല്ലോ. അതും പറഞ്ഞ ദിശ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. നിസ്സഹായനായി നിൽക്കുന്ന തൻ്റെ അച്ഛനെ നോക്കി. പക്ഷേ എനിക്കറിയാം, എൻ്റെ അച്ഛൻ്റെ ഹൃദയസ്പന്ദനം പോലും അതെനിക്കുള്ളതാണെന്ന്. എൻ്റെ അമ്മയുടെ ശ്വാസവായു ഞാനാണെന്ന്. എൻ്റെ ചേച്ചിയുടെ ഉയിരാണ് ഞാനെന്ന്. അത് മതി എനിക്ക്. ദിശയുടെ വാക്കുകൾ അവളുടെ അച്ഛൻ്റെയും ദിയയുടെയും ഹൃദയത്തിൽ തണുപ്പ് പടർത്തി. ഇതിനൊക്കെ പുറമെ എന്നെ ചേർത്ത് പിടിക്കാനും എനിക്ക് ധൈര്യം പകരാനും എൻ്റെ പ്രാണൻ എൻ്റെ കൂടെ തന്നെയില്ലേ. പിന്നെ ഞാൻ ആരെ ഭയക്കണം? അഗസ്ത്യയെ നോക്കിയാണ് ദിശ അത് പറഞ്ഞത്. പിന്നെ കൂടെ പിറക്കാത്ത എൻ്റെ കൂടെപ്പിറപ്പായി അഖേട്ടനും ആ സ്നേഹം കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ശരിക്കും അനുഭവിച്ചതാ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയും തോക്കില്ല. ഇപ്പം ആകെയുള്ള സങ്കടം നിധിമോൾ കൂടെയില്ല എന്നതാണ്. ഈ സമയവും കടന്നു പോവണമല്ലോ അല്ലേ? പോവും. അതും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പുഞ്ചിരി നൽകി ഡ്രസ്സ് മാറിയിട്ടും വരാമെന്ന് പറഞ്ഞ ദിശ മുറിയിലേക്ക് നടന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും അവളുടെ ഹൃദയം ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും പിന്നാലെ അഗസ്ത്യയും ചെന്നു.
മുറിയിലെത്തിയ ദിശ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് അവളുടെ കവിളിലൂടെ പതിയെ വിരലോടിച്ചു. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നത് പോലെ. സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഓരോന്നും അവളുടെ മനസ്സിലൂടെ കടന്നു പോകവേ ഹൃദയത്തിൽ തീ കോരിയിട്ടതുപോലെ അവൾ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി കവിളിലൂടെ ഒഴുകി തുടങ്ങി. നിമിഷങ്ങൾക്കകം തൻ്റെ പിന്നിലായി ആരുടെയോ സാന്നിധ്യം അവൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 4 ദിവസങ്ങളായി തനിക്ക് മിസ് ചെയ്ത അവനിലെ ആ ഗന്ധം തിരിച്ചറിയാൻ അവൾക്ക് നിമിഷങ്ങൾ മതിയായിരുന്നു. എങ്കിൽ അവൾ കണ്ണു തുറന്നില്ല. തൻ്റെ വയറിൽ പതിഞ്ഞ സ്പർശവും തോളിൽ പതിഞ്ഞ ചുടുനിശ്വാസവും മതിയായിരുന്നു അവളുടെ ഉള്ളിലെ അഗ്നി അണക്കാൻ. നിനക്ക് അവരെ തിരിച്ചടിക്കണോ? അവളുടെ തോളിൽ താടിയൊന്നു നിന്ന് പതിഞ്ഞ സ്വരത്തിൽ അഗസ്ത്യ ചോദിച്ചതും അവൾ കണ്ണു തുറന്ന് അവനെ തന്നെ നോക്കി. അവൾ വേണമെന്നോ വേണ്ടയെന്നോ ഒന്നും പറഞ്ഞില്ല. അതിന് ഞാൻ സഹായിക്കാം. ഇരുട്ടടിയൊന്നും വേണ്ട, നമുക്ക് നേർക്ക് നേർ നിന്ന് 2 എണ്ണം കൊടുക്കണം. ഇത്തവണ അവൾ അവന് നേരെ തിരിഞ്ഞു. പക്ഷേ ഈ കേസിൻ്റെ ഇടയിൽ ശരിയാവില്ല. ഇതൊന്നും തീർന്നോട്ടെ. നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മുറിയിലേക്ക് വരുമ്പോൾ മോൾ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? മുറി മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് അഗസ്ത്യ പറയുമ്പോൾ ദിശയുടെ കണ്ണുകൾ ചുവരിലെ അവളുടെ ഫോട്ടോയിലേക്ക് നീണ്ടു. പിന്നെ നീ പറഞ്ഞ പോലെ നീ ചാന്ദിനിയല്ലെന്നും രോഹിതിനെ ആരാണ് കൊന്നതെന്ന് കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. കൂട്ടത്തിൽ ചാന്ദിനിക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടി നമുക്ക് കോടതിയിൽ വിളിച്ച് പറയണം. അതിനു മുൻപേ എനിക്ക് അയാളെ കാണണം, ആ ഡ്യൂപ്ലിക്കേറ്റ് രഘുലാൽ ചൗധരിയെ. അഗസ്ത്യയുടെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. നിന്നോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നിൻ്റെ മൈൻഡൊന്ന് ഓക്കെ ആക്കി എടുക്കണം. നമുക്ക് കടൽ കാണാമെന്ന് പോയാലോ? വേണ്ട സച്ചുവേട്ടാ, ഞാൻ ഇങ്ങോട്ടില്ല. എനിക്ക് ഈ നെഞ്ചോരം ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ, അല്ലെങ്കിൽ ആ ഒരു സമാധാനം കടലല്ല ഇനി എന്ത് കണ്ടാലും കിട്ടില്ല. എനിക്കിന്ന് ഇയാളെ ഇങ്ങനെ മുറുകെ കെട്ടിപ്പിടിച്ച് കിടക്കണം. അഗസ്ത്യ ഇറുകെ പുണർന്നുകൊണ്ട് ദിശ പറഞ്ഞതും അവൻ അവളെയും വിരിഞ്ഞു മുറുക്കി. ഇതേ സമയം മറ്റൊരിടത്ത് ഏകദേശം ഒരേ പ്രായത്തിലുള്ള 2 പേര് സംസാരിക്കുകയാണ്. അതിലൊരുത്തൻ അന്നത്തെ ആ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് സനൽ. മറ്റേയാൾ അയാളുടെ കൂട്ടുകാരനും. എന്താടാ സനലെ നീ കാണണമെന്ന് പറഞ്ഞത്? കൂട്ടുകാരൻ ചോദിച്ചു. എടാ, ഞാൻ അന്ന് പറഞ്ഞില്ലേ, അന്ന് ട്രിവാൻഡ്രം പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലരികിൽ വെച്ച് ഒരുത്തനുമായി കൂട്ടിയിടിച്ചതും അന്നേരം അയാളുടെ ഫോൺ താഴെ വീണെന്നും അയാളത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് ഓടിയപ്പോൾ ഞാൻ അതുമായി അയാളുടെ പിന്നാലെ ചെന്നെന്നും കുറച്ച് പേര് ചേർന്ന് അയാളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടുവെന്നും അത് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയെന്നും പറഞ്ഞിരുന്നു. അത് നീ ഇതുവരെ മറന്നില്ലേ? എടാ, അയാൾ മരിച്ചെന്ന് നീയും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു രോഹിത് മർഡർ കേസ്. ആ കണ്ടിരുന്നു. ഇന്നലെ ഒരുത്തൻ അച്ഛനാണെന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞതും അതിന് പിന്നാലെ അതിനെ ഏറ്റുപിടിച്ച് കുറേ പേര് ഇറങ്ങി തിരിച്ചതും അത് അയാളാണോ? അയാൾ തന്നെ. എടാ, എനിക്ക് നല്ല കുറ്റബോധം തോന്നുന്നു. അന്ന് തന്നെ ഞാൻ എൻ്റെ കയ്യിലെ തെളിവ് പോലീസിൽ ഏൽപ്പിച്ചിരുന്നാൽ ഒരുപക്ഷെ അയാൾ മരിക്കില്ലായിരുന്നെങ്കിലോ? സനൽ ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ മരിച്ചില്ലേ? നീ ആ ഫോണ് കളഞ്ഞേക്കില്ലേ? നമ്മളായിരിക്കും പെടുക. ഇല്ലടാ, എനിക്ക് ഈ ഫോണും എൻ്റെ കയ്യിലെ തെളിവും പോലീസിനെ ഏൽപ്പിക്കണം. അയാളുടെ മരണത്തിന് പിന്നിലെ കുറ്റവാളികൾ പുറത്തു വരണം. സനൽ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. ദേ സനലെ, നീ വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ. ഒടുവിൽ നമ്മളായിരിക്കും കുടുങ്ങുക. ഇല്ലടാ, ഞാൻ തീരുമാനിച്ചു. ഈ ഫോണിൽ ഇയാൾ ലാസ്റ്റ് ഡയൽ ചെയ്തിരിക്കുന്ന നമ്പർ ഞാൻ ശ്രദ്ധിച്ചു. DCP അഗസ്ത്യ. ബട്ട് അന്നേരം കോൾ കണക്റ്റ് ആയില്ലെന്ന് തോന്നുന്നു. അതേ സമയത്താണ് ഞാനുമായി ഇടിക്കുന്നത്. അപ്പോൾ സമയം രാത്രി 8:30. ഞാൻ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തൊട്ടടുത്ത തട്ടുകടയിലേക്ക് നടക്കുന്നത്. അപ്പോഴാണ് ഇയാൾ ധൃതിയിൽ ഓടുന്നതും ഫോൺ വീഴുന്നതും. ഞാൻ ഫോണും കയ്യിൽ പിടിച്ച് അയാളെ കുറേ വിളിച്ചു. ആൾ വിളി കേട്ടില്ല. ഈ DCPയോട് ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. അതായിരിക്കും ഇയാൾ DCP അപ്പോൾ വിളിച്ചത്. അതുകൊണ്ട് നമുക്കേ ഈ ഫോൺ DCPയെ ഏൽപ്പിച്ചാലോ? എടാ, ഈ DCPയും ഭാര്യയും തന്നെയാണല്ലോ ഇപ്പോൾ കേസിലെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നത്. പിന്നെ എങ്ങനെ അയാളെ ഏൽപ്പിക്കും? അതൊക്കെ ചിലപ്പോൾ DCPയെ കൊടുക്കാൻ വേണ്ടി ശത്രുക്കൾ ചെയ്യുന്നതാവും. പിന്നെ ഈ പറയുന്ന DCPയുടെ വൈഫിനെ ഞാൻ ഒരാളുടെ കൂടെ കണ്ടിരുന്നു. ഞാൻ അന്ന് കണ്ടെന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ, മയൂരി, അവളുടെ കൂട്ടുകാരിയാണ് ഇവള്. അതെങ്ങനെ നിനക്കറിയാം? സനലിൻ്റെ കൂട്ടുകാരൻ ഒന്നിരുത്തി നോക്കി. അത് പിന്നെ അന്ന് കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ. പറഞ്ഞതുപോലെ അവൾ ഫോളോ ചെയ്ത് മെസ്സേജും അയച്ചു. ഞങ്ങളിപ്പോൾ നല്ല ക്ലോസാ. അങ്ങനെ ഞാൻ അവളുടെ പ്രൊഫൈലിൽ കയറി അവളുടെ ഫോട്ടോസൊക്കെ നോക്കുന്ന നേരത്താണ് ഈ പെണ്ണിനെ കാണുന്നത്. കണ്ടിട്ട് കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. കൂട്ടത്തിൽ മറ്റവളുണ്ടായിരുന്നു. നമുക്ക് ഇവളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ DCPയെ പറ്റി ശരിക്കും അറിയാൻ പറ്റും. ഈ തെളിവുകൾ എത്തേണ്ട കൈകളിൽ എത്തണം, എങ്കിലേ ഗുണമുണ്ടാവുള്ളൂ. സനൽ പറഞ്ഞു.
ശരി, അങ്ങനെ ചെയ്യാം. അല്ല, നമ്മൾ എങ്ങനെ ഈ പെണ്ണിനെ കോണ്ടാക്ട് ചെയ്യും? അതിന് നിൻ്റെ കയ്യിൽ ആ പെണ്ണിൻ്റെ നമ്പർ ഇല്ലല്ലോ. ഇൻസ്റ്റ വെച്ചിട്ട് മൂവ് ചെയ്താൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല. എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് സനൽ അവനെ നോക്കി ഇളിച്ച് കാണിച്ചു.